ഇത്രയും താമസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളോട് പറയാം, കാണിക്കാം എന്നതിന് ഒരു ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണക്കുട്ടി ഇന്നലെ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ദൃശ്യത്തിലെ മോഹൻലാലിൻ്റെ അനീതിയൊക്കെ ആയിട്ട് വരും. കുറച്ച് പരിപാടികളൊക്കെ ചേച്ചി കൂട്ടുന്നുണ്ട് നല്ല രീതിയിലൊക്കെ. ഓക്കെ 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 എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഈ ഒരു സ്ത്രീയെക്കുറിച്ചും? പറ. എന്തായാലും ചേച്ചിക്ക് MBBS ഈ പറയുന്ന ഡോക്ടറും അതും ഇതൊക്കെ ചേച്ചിക്ക് പുച്ഛ കേട്ടോ. ചേച്ചിക്കെല്ലാം ആവാം. എനിക്ക് തോന്നുന്നത് ചേച്ചിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഡോക്ടറും പ്ലംബറും അതും ഇതൊക്കെ. കുറച്ച് ദിവസം കൊണ്ട് ഈ ഡോക്ടറും പ്ലംബറും ഒക്കെ ആയി വരുന്ന ഓരോ വിഷയങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേ. ഓക്കെ എന്തായാലും ചേച്ചിയുടെ എന്താ പറയുക, ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്താ, ചേച്ചി തരുന്ന ഓരോ ക്രീം, ഓരോ പ്രൊഡക്റ്റ്, ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവരിപ്പോൾ മണ്ടരായിട്ടുണ്ട് എന്തായാലും കുറേ ഡോക്ടറിനെ കുറ്റം പറഞ്ഞ് എന്തായാലും കാര്യത്തിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നമ്മളൊരു കാര്യം രണ്ടു വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. ആദ്യം നമുക്ക് പഴയ വീഡിയോയിലോട്ടൊന്ന് പോവാം. അവിടെ ഇരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ട് വിശ്വസിക്കും, നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDS-ഉം MBBS-ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. അതെങ്ങനെയാണ് ചേച്ചി? അതിനെക്കുറിച്ച് എന്തൊരു തെളിവും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിയാൽ നല്ലതായിരിക്കും. അവർ ഈ പറയുന്ന 6 മാസം 3 മാസത്തേക്ക് കോഴ്സാണ് പഠിച്ചെന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് ഞാനൊരു വീഡിയോയ്ക്കകത്ത് അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ A to Z കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു. ചേച്ചി എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ 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 ചേച്ചി പറ. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരായ്കകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. കാരണം ഭർത്താവ് ഈ പറയുന്ന പോലീസാണല്ലോ, പോലീസല്ല വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബലത്തിലെ പുള്ളി കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളിയും ചെയ്യുന്നുണ്ട്. പുള്ളി ക്ലിനിക്കിൽ പോകുന്നതും നമുക്ക് ആകെപ്പാടെ എന്താ പറയുക, കൺഫ്യൂഷൻ അടിച്ച് പോകുന്നൊരു കേസ് കേട്ടത്. ഇന്നലെ ആ ഒരു വീഡിയോ കണ്ട് എൻ്റെ പൊന്നോ എനിക്ക് സത്യം ഞാൻ വട്ടുപിടിച്ചു. ഞാൻ പിന്നെ അത് പാതിക്കിട്ട് നിർത്തി, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഉള്ളതൊക്കെ തപ്പിക്കൊണ്ട് എടുത്തോണ്ടൊക്കെ വന്നത് നമ്മുടെ പയ്യനായിരുന്നു, സാത്താൻ. എൻ്റെ പൊന്നോ, രാത്രി ഞാൻ അവനെ വിളിച്ച്, അണ്ണാ ഞാൻ 7 മണിക്ക് ഇരുന്നതാണ് ചേട്ടാ, 7 മണിക്ക്. ചെറുക്കൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ ഈ ഒരു കാര്യത്തിൽ. എനിക്കാണെങ്കിൽ ഇന്നലെ തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ അവനോടാണ് പറഞ്ഞു, ചേട്ടാ മോനേടാ അണ്ണനെ വയ്യത്. അപ്പം അങ്ങനെ അവനാണ് ഇന്നലെ ക്ലിപ്പ് കട്ട് ചെയ്തത്. അപ്പം ഞാനും കുറച്ച് കാര്യങ്ങൾ ഞാനും തപ്പിയെടുക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, ചേച്ചി പറ കേൾക്കട്ടെ. നമ്മൾ പരാതി കൊടുത്തേക്കുന്നത് നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചോണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചോണ്ട്. അപ്പൊ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷേ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവര് അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എന്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവര് തരാം, അതായത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് അതിന്റെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എന്റെ ബില്ലും എന്റെ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പൊ അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെ അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതിൻ്റെ കാര്യങ്ങളും റെസിപ്റ്റും ഒക്കെയാണ് ചേച്ചി കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡേറ്റ് ഒന്നും ചേച്ചി അങ്ങോട്ട് കാണിക്കുന്നില്ലല്ലോ, ഇതിനകത്ത് ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ ജീവാലക്ഷ്മി, കാര്യങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ. ആ ഡോക്ടർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഡോക്ടർ ഇല്ലാത്ത വന്ന സമയത്തും പിന്നെ ഇവർ വിട്ടിരിക്കുന്ന ഇപ്പോൾ CCTV ഒക്കെ കാണിച്ചു തരാം. അതിന് ഒരു ദിവസം മുമ്പ് വന്ന് അവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്താക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അത് വേറെ കാര്യങ്ങളൊക്കെ. അവിടെ കോൺസ്റ്റബിൾ വന്നിട്ടാണ് ഈ പറയുന്നവരുടെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഫസ്റ്റിലെ പോലീസിനെ വിളിച്ച് എനിക്ക് തോന്നുന്നു അവരാണ് വിളിച്ചത്. ഓക്കെ, എനിക്ക് റെസിപ്റ്റ് 0106 2026 അന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത്. ഇതെന്താണ്, അതായത് 2-ാം തീയതി 2 ജൂൺ 2026 4 PM. എനിക്ക് തോന്നുന്നു വൈകിട്ടായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. അത് ഒത്തുതീർപ്പാക്കിയതിൻ്റെ വല്ലതും ആയിരിക്കാം. ഓക്കെ, ഇനി സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരു വീഡിയോ, സ്റ്റേഷനിൽ പോട്ടെ, ഹോസ്പിറ്റലിൽ വെച്ച് ഇവരെടുത്തിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം.
അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർക്കറ്റ് മേടിച്ചിട്ട് ഞാൻ മുംബൈ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടിക്കുമെങ്കിൽ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്യുന്നത്. വേറെ അല്ല പലതിലോട്ട് പോകണം. ഫയൽ ഞാൻ കാര്യം തരാം. ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ ആക്കിയത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദിക്കുന്നു. കള്ളത്തരില്ലെങ്കിൽ ഇന്ന ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാൻ കേട്ടോ. ഇത്രയും ബില്ല് ഇത്രയും മതി. അങ്ങനെ മതി. അപ്പൊ ബില്ലില്ല ഫയലില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല മാന്യനൊക്കെ ആയിട്ടാണ് അവർ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബില്ലും ഇല്ല ഒന്നുമില്ലെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നപോലെ ഞങ്ങൾ ഹ്യൂജ് എമൗണ്ട് ഇങ്ങോട്ട് 6 സംഖ്യയുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ. അതിപ്പോൾ ഞാൻ ഉടനെ വെച്ച് തരാം. അത്രയും എമൗണ്ട് ഒരു കൊടുത്തെന്നും പറയുന്നുണ്ട്. അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ ₹1 പോലും, മീൻസ് അതിനേക്കാളും ഇപ്പോൾ കൊടുത്തത് ഇപ്പോൾ 1 ലക്ഷം ആണെങ്കിൽ അതിൻ്റെ ബാധി പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു 50,000 പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ സംസാരമൊക്കെ കേട്ടിട്ട്. ഓക്കെ, ഇനി വേറൊരു വിഷയം കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഇവർ മാന്യമായിട്ട് സംസാരിച്ചെന്നല്ലേ പറയുന്നത്. ഞാൻ വേറൊരു വിഷയം കൂടെ വെച്ച് തരാം. എനിക്ക് അപ്പൊ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൂസിൻ്റെ ചാനലിനകത്ത് വന്നിട്ടുണ്ട് ഒറിജിനൽ വിഷ്വൽ. ഞാനത് വെച്ച് തരാം. എൻ്റെ അതേ ഡ്രസ്സ്, അതേ പാൻറ്റ്, അവിടുത്തെ CCTV ആണ്. അവിടെ വന്ന് പോലീസാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ടത് എന്താണ്, ആദ്യം അവർ നടന്നു പോകുന്നതായിട്ടല്ലേ, മാന്യമായിട്ട് സംസാരിച്ച് ബില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാന്യമായിട്ട് പോകുന്നതെന്നല്ലേ പറയുന്നത്. അവർ ഒരുപാട് വട്ടം വാട്സപ്പിൽ ഈ ബില്ലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു. അവർ ചോദിക്കുമ്പോഴൊക്കെ ഇതെനിക്ക് തോന്നുന്നു ഒറ്റ അടിക്കുള്ള ബില്ല് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ള രീതി വന്നപ്പോഴാണ് ഇവർ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ എന്തോ സംസാരമോ കാര്യങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊളാബിൻ്റെ വഴക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും മുമ്പത്തെ ദിവസം പോയി ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കണ്ടതിന് മുമ്പത്തെ ദിവസം ഇവർ പോയി അവിടെ വഴക്കുണ്ടാക്കിയായിരുന്നു. അതിൻ്റെയൊക്കെ ചൊരുപ്പായിരിക്കാം ചിലപ്പം. ഓക്കെ, തന്നെ ഈ CCTV നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടോ, ഇതിനകത്ത് തന്നെ കാണാം പോലീസുകാരനാണ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ആരാ ജോർജ് കുട്ടിയുടെ പെങ്ങളാവാൻ നോക്കുവാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഇനി ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കട്ടെ. മാന്യമായിട്ട് അവിടുന്ന് നിങ്ങൾ കേസിന് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഉടനെ തന്നെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് ചെയ്തത്. ആദ്യം എന്താ പറയുക, പോലീസിനെ വിളിച്ചത് തന്നെ ക്ലിനിക്കുകാരാണ്. അവരാണ് വിളിച്ച് പറഞ്ഞ് ഇവരെ പുറത്താക്കിയത്. എന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു തോന്നുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ. അങ്ങനെ അവർ പോയി സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് തൊട്ട് പുറകെ ഇവരും വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അത് ചേച്ചിയുടെ ഒരു മാനിപ്പുലേഷൻ മനസ്സിലായി കാണുമല്ലോ. കൊള്ളാം. I was not in Trivandrum on Monday because 30 ശനിയാഴ്ചയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ഇവരെ കണ്ടത്. ഞാൻ കൊച്ചിക്കാരിയാണ്. I can provide my flight ticket details, എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്സ്, അവരെ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ എടുത്തിരിക്കുന്ന കസ്റ്റമർ കെയർ മെയ് 30 ഹസ്ബൻഡ് വൈഫ് വന്നതിന്റെ കൺഫർമേഷൻ ആദ്യത്തെ തന്നു. രണ്ടാമത് എന്തായിരുന്നു, 1 അവർ എന്താ പറയുക റെസീപ്റ്റ് കിട്ടി എന്നുള്ളത്. 1 തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിൽ ഇല്ലാത്ത സമയത്ത് മെറ്റൽ ക്ലാസ് ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റൽ ക്ലാസ് ഷൂട്ട് ചെയ്ത് അവിടെ മെയ് 30 30 അവരുള്ള സമയത്ത് ഫ്യൂട്ടേജും കാര്യങ്ങളും അതെന്തേ ആ ഡോക്ടറുള്ള സമയത്തുള്ള ഇത് അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്നപ്പോഴാണ് ഇവർ ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവർ ആ സമയത്ത് കൊച്ചി ടു ട്രിവാൻഡ്രം ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. 1 ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നമാക്കിയത്. ആ മെറ്റൽ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ, ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30 വളരെ ക്ലിയറായിട്ട് പറയുന്നു. അവർ എപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സ്ആപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്യുന്നു, ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചണ്ടാക്കിയ മെറ്റൽ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ മെറ്റൽ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, ഈ പറഞ്ഞ ബില്ല് എവിടെ അത് ഞാൻ ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം. ഈ മാസത്തുള്ളത് ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30 1 അവർ വന്നത്. ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെ.
She has released it. So, കല്യാണി ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് അമൗണ്ടിന്റെ മാത്രം ബില്ല് ദേവറായം കൊടുത്തിട്ടുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഇമെയിലോട്ട് അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ്. ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയുന്നത് ആ ബില്ല് ഏത് ഇമെയിലോട്ടാണ് അയച്ചു തരണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്. She's not responded. And then we have sent a registered post to her saying that we have already given you all the bills. Despite that you still want all the bills, you let me know if there are specific dates that you're looking for. You're looking at the entire bills again. We can send it to you. That is the reply that we sent. She has not responded. And then next, hard copy. No, hard copy is an internal copy. Digital copy can be sent to all and registered post in the reply window. ഓക്കെ. അപ്പോൾ പരാതിയുടെയൊക്കെ പോയപ്പോഴൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിൽക്കേ വേണ്ടേ, ഇതിനകത്താണ് കൊച്ചി ടു ട്രിവാൻഡ്രം. കൊച്ചി ടു ട്രിവാൻഡ്രം ടിക്കറ്റിന് നിങ്ങൾ കണ്ടില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് മെയ് 22-നാണ്. പോകേണ്ട ഡേറ്റ് മെയ് 30. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ജൂൺ 1 കൊച്ചി ടു ദുബായ്, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ആ ഡോക്ടർ വെച്ചിട്ടുണ്ട്. ആ ഡോക്ടർ ഇല്ലാത്ത സമയത്തായിരുന്നു അത് അവർ വന്നിട്ട് കാട്ടിക്കൂട്ടിയതൊക്കെ. ഓക്കെ. മുടക്കിയേക്കുന്നത് ഒരു ആറക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു ആറക്ക സംഖ്യയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേയിൽ മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. ആറക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിന്റെ പേയ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിന്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. പുള്ളിക്കാർ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ആറക്കം സംഖ്യ GPay വഴിയാണ് എല്ലാം പേ ചെയ്തതെന്ന് ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ടോണേ. ഓക്കെ. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്ത് എനിക്ക് ബില്ല് തരുന്നില്ല? പക്ഷെ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ബാധിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ലിങ് തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. ഗൂഗിൾ വഴിയാണെന്നാ ചെയ്തതെന്ന് പറയുന്നത്. ഗൂഗിൾ പേ വഴിയാണ് പുള്ളിക്കാർ മൊത്തം ചെയ്തതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ തനിക്ക് അതങ്ങ് കാണിച്ചാൽ പോരെ? ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇത്ര ആൾക്കാർ അതങ്ങ് കാണിച്ചാൽ പോരെ ചേച്ചി? എന്തുകൊണ്ടാണ് ഈ കിടന്ന് ഇങ്ങനെ പേടിക്കുന്നത്? ഫോൺ എടുത്ത് അങ്ങോട്ട് കാണിച്ചാൽ ഓക്കെ, നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നെങ്കിലും വിചാരിക്കാം. ഇത് നിങ്ങളൊന്നും കാണിക്കുന്നുമില്ല, എന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക. പിന്നെ ലീഗലി പോയതുകൊണ്ട് കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്, എല്ലാം എനിക്കൊന്നും ആൾക്കാരെ കാണിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കെന്നല്ല, അരിയാഹാരം കഴിക്കുന്നവർക്ക് ആർക്കും ഒരു യോജിപ്പും കാണില്ല. അപ്പൊ ഇവര് തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും ഗജാന്തരം അങ്ങനല്ലേ അവർക്ക് പറയുന്നത്. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയാം. അതായത് 8 വർഷം മുമ്പ്, എന്റെ മോന് 8 വയസ്സാണ്. 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടുന്തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനും ഫാറ്റി ലിവർ വല്ലതും ഉണ്ടോ എന്നുകൊണ്ട് ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ സൈഡിൽ ഇങ്ങനെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ചേച്ചി പറ. അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് ചുമ്മാതോ നുണ നിക്ക് ഒരു വീഡിയോ വെക്കാം. പറ്റിച്ചു. അതായത് എന്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കുന്നത് നല്ലത്. ഇവർ പോയി കാണുക എന്നുള്ള രീതിയിൽ ആ വീഡിയോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ചേച്ചി പറഞ്ഞെടുത്ത്. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പിന്നെ എന്തിനാ ഇവർ വളച്ചൊടിക്കുന്നത്? ആൾക്കാർ ഇവർ മണ്ടരല്ല. ഇപ്പോൾ മനസ്സിലായി കാണും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വാല്യൂ എന്താണെന്ന് ചില ആൾക്കാരൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. നമ്മളിതുപോലുള്ള കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവൻ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണെന്നും പറഞ്ഞ് കുറേ നാറുകൾ വരും. അങ്ങനെ പറയണം. ഇനി അടുത്ത വോയിസ് വെക്കാം. സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി മൈ വേ ബൈ കല്യാണി, അതായത് ജീവലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാരുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. നമുക്ക് കുഞ്ഞിലെ മുതലൊരു പാടുണ്ടെങ്കിൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട ഈ ഒരു പാട് കണ്ടോ, സൂം ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇതെനിക്ക് അങ്ങോട്ട് തെങ്ങയിൽ അങ്ങോട്ട് ഒരു ഇടി കിട്ടിയതാണ്. വലിയ ചെറിയമ്മ തെറി പറഞ്ഞിട്ട് പോയതാണ് കുഞ്ഞിലെ. അത് പിന്നെ അങ്ങോട്ട് എത്ര ചെയ്താലും അത് മാറത്തില്ല. ആ ഒരു പാട് ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഈ ഒരു കുഞ്ഞൊരു പാട് അതങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ചേച്ചി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയതെന്നോ? അല്ല.
ഇവള് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടിരിക്കുക മനുഷ്യനെ. കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇച്ചിരി സൗമ്യമായിട്ട് സംസാരിക്കാം. എനിക്ക് നല്ല പനിയുണ്ട്. ഓക്കെ, ചില ആൾക്കാർ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ഗുമ്മുണ്ടാവത്തില്ല, അല്ലെങ്കിലും അങ്ങ് ഇരിക്കുന്നടാ കിഴങ്ങാന്നുള്ള രീതി വിചാരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമല്ല, നല്ല പനിയുണ്ട്, ഉറക്കത്തിൻ്റെയും പ്രശ്നമുണ്ട്. അത് ഹസ്ബൻഡ് പറയാനും ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പം ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വയസ്സ് നോക്കിയിട്ട് അവർ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ അതെങ്കിലും പതുക്കെ ആക്കിയാലും പിന്നെ നമ്മൾ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ ഈ സ്റ്റിറോയിഡിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ അവളെ ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്, അവിടെ ഡോക്ടറുടെ ക്യാബിന്റെ അകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവർ കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ അതെങ്ങനെയാ ടീച്ചറേ? അതെങ്ങനെ കല്യാണി? ഞാനൊന്ന് ചോദിച്ചോട്ടെ കല്യാണിയോട്. ഒരു ഡോക്ടറിൻ്റെ റൂമിലാണെങ്കിലും നമ്മൾ ക്ലിനിക്കിലാണെങ്കിലും എല്ലായിടത്തും ഈ പറയുന്ന ക്യാമറ വെക്കാൻ പറ്റും? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനൊരു ഡോക്ടറാണ്, എന്നെ ഇപ്പോൾ പല ആൾക്കാർ കാണാൻ വരും. ചില ആൾക്കാർക്കൊക്കെ ചില പ്രൈവറ്റ് പ്രോട്ടലായിരിക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ. ഇവിടെ ക്യാമറ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണത്തില്ല. ചിന്തിക്കുക കല്യാണി. ചിലപ്പം ഇപ്പോൾ കല്യാണിയായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് അങ്ങോട്ട് അവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറയുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും കല്യാണി പറ. അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നതാണ് കേട്ടോ. പക്ഷെ 8 മാസമല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളേ ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 6.25 മാസം. ഈ 6.25 മാസം എല്ലാ ദിവസവും ചെല്ലൂ? ഇല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ പോകുന്നത്. അത് പോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് മാറിയതായിരിക്കാം. എന്തെങ്കിലും ആട്ടെ, എന്തായാലും പോയി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയില്ലയോ? പറഞ്ഞേക്കുന്നത് അഗെയിൻ കൊളാബറേഷൻ. അതായത് നിങ്ങൾ CCTV ഫോട്ടേജ് കാണിച്ച് തെളിയിക്കണം. അതായത് കല്യാണി കൊലാബ് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ്. കല്യാണി പറയുന്നത് പുള്ളിക്കാർക്ക് CCTV ഫോട്ടേജ്, അതായത് കൊലാബറേഷൻ ചോദിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. എന്നാ പിന്നെ എന്തെങ്കിലും ക്ലിനിക്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അതുകൊണ്ട് പറയും മൊത്തം പാട്ടുണ്ടായിട്ടോ. The whole point ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റി തുടങ്ങിയത് തന്നെ only because she asked me to collab. Now ഞങ്ങൾ ചെയ്യുന്നതേ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ ഡ്രസ്സിന്റെ എല്ലാ ക്ലൈൻസും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്കുണ്ടാവില്ലേ? ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസ് ആണ് CCTV ഉള്ളത്. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് CCTV. കാരണം ഈ ക്ലൈൻസ് വന്ന് ഓരോന്ന് കാണിക്കുന്നത് റൂമിൽ. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദ ഫുട്ടേജ്. അതിലുണ്ടായിരിക്കണം ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്. മെറ്റാ ക്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫുട്ടേജ് ഉണ്ടാവേണ്ടതാണത്. കാരണം ഞങ്ങളുടെ ഫുട്ടേജിൽ അവർ ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഈ ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ പ്രൊസീജിയർ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരിത് ചോദിച്ചു പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരിത് പ്രൊമോട്ട് ചെയ്യാന്ന്. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം ഇങ്ങനെ മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ ക്ലിനിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നില്ല, ഒന്നിനും നിങ്ങൾ ഫ്രീ ആയിട്ട് തരൂ, അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് അവിടെ തരാന്ന് പറഞ്ഞത്. ഇനി വേറൊരു വശം കൂടി പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളൊരു എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ഇനി വേറെ വശം, അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടതൈൻ ആണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more qualified doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞ് എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. അവരെ കൊണ്ട് പറ്റാവുന്നത് അവർ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗ്ലൂട്ടൻ എന്നൊക്കെ പറഞ്ഞ് വെളുക്കാൻ തേക്കുന്ന ഒരു സാധനമാണ്. അതിന് മെഡിസിനും ഉണ്ട്, അതായത് അല്ലാതെ ചെയ്യുന്നുമുണ്ട്. ഞാനും എന്താ പറയണ്ടേ, ഇടയ്ക്ക് ഒരു വട്ടം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ എനിക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആദ്യം ഉള്ളിലെ പ്രശ്നങ്ങൾ ആദ്യം മാറ്റിയിട്ട് പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലാണ്. ഇടയ്ക്ക് ഒന്ന് ഇല്ല ടാബ്ലറ്റ് ഇല്ലേ ജസ്റ്റ് ഒന്ന്, കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുഖം അങ്ങ് ശരിക്കും അങ്ങ് കറുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലാണ്, ശരീരം നല്ല വെളുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഈ എന്താ പറയുക ടാനും ഈ ഗ്രൗണ്ടിൽ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് നാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റ് അത് ഇത് ഹെൽത്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് മാത്രം ആണ് ഇതിങ്ങനെയുള്ള കാര്യത്തിലൊന്നും ചെയ്യാൻ പോകാത്തത്. പക്ഷേ ഞാൻ പോയ സ്ഥലമൊക്കെ ഓച്ചറ നല്ല അടിപൊളി സ്ഥലമാണ്. അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ല പക്ക ടീംസൊക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം ആ ഡോക്ടർ തന്നെ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ചേച്ചി പോയിട്ട് ഈ പരിപാടി കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഹോസ്പിറ്റലിനെതിരെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്. അതവിടെ നിൽക്കട്ടെ, അത് മാറ്റി വെക്കാം, നമുക്ക് തപ്പാം, ഇത് കഴിയട്ടെ. ഒറ്റ പ്രൊസീജിയർ അവർ കുറിച്ച് മോശം ചെയ്തിട്ടുള്ളൂ. ഒറ്റ പല ഹോസ്പിറ്റോളജി ക്ലിനിക്കുകളായിരുന്നില്ലേ എന്തോരം പ്രൊസീജിയർ വെച്ചിട്ട് മുതലാക്കുമായിരുന്നു.
We have done just one procedure, which is a skin booster. കാരണം സ്കിന്നിൽ സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻറ്റയർ ഹൈഡ്രേഷൻസ് പോയതിനു ശേഷം ആ ബാരിയറെ പോയി ഒന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ട് വന്നേ. അത് പോയ സമയത്ത് ആ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാൻ വലിയൊരു ഘടകമാണ് ഹൈഡ്രോണിക് ആസിഡ് ബൂസ്റ്റേഴ്സ്. അത് മാത്രമേ ഞങ്ങൾക്ക് നോക്കി ചെയ്തല്ലോ. കാരണം ഈ കുട്ടി എന്നാണോ നേരത്തെ ഈ ഒരു സ്റ്റിറോയിഡ് അബ്യൂസും ഈ ക്രീമുകളൊക്കെ നിർത്തുന്നു അന്നേ ഞങ്ങൾ നേരത്തെ പക്ഷേ വർക്ക് എന്ന് വെച്ചാൽ കല്യാണിയുടെ മുഖത്ത് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പൊ അത് അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീം ഉപയോഗിക്കുന്നത് വല്ല ക്രീമിന്റെ ഒരു ഇഞ്ചക്ഷൻ കാരണമുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്ന ആ പോയിന്റ് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ മാതിരി ഒരു മൊസ്കിറ്റോ ബൈറ്റ് റിയാക്ഷൻസ് പോലെ എന്തെങ്കിലും വന്നാൽ ഇമ്മീഡിയറ്റ് അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ മൊമെന്റോൺ പോലത്തെ ഓയിൻമെന്റ്സ് ആണ്. 2-3 ദിവസം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക് ജെല്ലുകൾ കൊടുക്കും, ഇല്ലെങ്കിൽ ഫ്യൂസി ബാറ്റ് പോലത്തെ ഓയിൻമെന്റുകൾ കൊടുക്കും. 3 ദിവസം മറ്റും ആ റിയാക്ഷൻ എന്താ പറയുക ഈ പറഞ്ഞ കാമർ ആയിരിക്കും. എക്സാക്ട്ലി ദ സെയിം പോയിന്റ് that I have been telling her also. We cannot do a bigger procedure on her face. And one more thing, what she is claiming is, അതായത് അവിടെ ചെന്നപ്പോൾ therefore I am ചെന്നപ്പോഴത്തേന് കുറെ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്വന്തം പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് മൈവേ ബൈ കല്യാണമായിട്ട് മേടിപ്പിച്ചെന്ന് അതിന്റെ ഒരു ക്ലിപ്പും ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ നിർബന്ധിച്ചിട്ട് അപ്പം കല്യാണി ചോദിക്കുകയും ചെയ്ത് ഇതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വേണം കാരണം ഇതൊക്കെ സപ്ലിമെന്റ്സ് ആണ് പറഞ്ഞിട്ട്. ഇതിനുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ട് നമ്മുടെ ഇവിടെ ക്ലിനിക്കിൽ ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസർ അല്ലാതെ വേറെ ഒന്നും കൊടുക്കില്ല. അത് therefore I am തന്നെ പ്രൊഡക്ട്സുകളാണ്. സപ്ലിമെന്റ്സ് നമ്മൾ തന്നെയാണ്. അപ്പൊ മേലെ മുഖത്ത് തേക്കാൻ കൊടുക്കുന്നത് ഒട്ടും പറയാത്തൊരു ഫേസ് വാഷ്, ഒരു ആസിഡ്സും എക്സ്ഫോളിയൻസും ഒന്നും ഇല്ലാതെ സ്കിൻ സേഫ്റ്റി ഉള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫേസ് വാഷ്. രണ്ടാമത് ഒരു മോയ്സ്ചറൈസർ, മൂന്നാമത് ഒരു സൺസ്ക്രീൻ. ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 പ്രൊഡക്റ്റ് വെച്ച് മാത്രം മതി സ്കിൻ നന്നാക്കാൻ. അത് കാലത്തിനനുസരിച്ചുള്ള ഈ 10 സ്റ്റെപ്പ് സീറം ആംപ്യൂൾ ഒന്നും വേണ്ട. നമ്മൾ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടി കുറെ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടി, പല പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുന്ന ഒരു കുട്ടി, എന്ത് ഫോർമുലേഷൻസ് ആണ് ഫേസ് ചെയ്യുന്നതെന്ന് അറിയാത്ത സമയത്ത് നമ്മൾ കൺട്രോൾ എൻവയൺമെന്റിൽ ട്രീറ്റ്മെന്റ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെ എല്ലാവരും കൊടുക്കാം. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഇനി സപ്ലിമെന്റ്സിന്റെ കേസ്, സപ്ലിമെന്റ്സ് ഗ്ലൂട്ടൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗ്ലൂട്ടൈനും കൊളാജിനും മാത്രമേ നമ്മുടെ നാഷണൽ സപ്ലിമെന്റ്സ് ഉള്ളൂ. നമുക്ക് ആ ഗ്ലൂട്ടൈൻ കൊടുക്കുന്നത് ഓൾറെഡി ഓൺ ദ ഗ്ലൂട്ടൈൻ ഐഡി. ആ ഗ്ലൂട്ടൈൻ സപ്ലിമെന്റ്സ് നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യാൻ, സ്കിന്നിന്റെ എൻഹാൻസ്മെന്റ്, സ്കിന്നിന്റെ റിപ്പയറിന് വേണ്ടി കൊടുക്കണ്ടേ? സ്കിൻ എങ്ങനെ നമ്മൾ റിപ്പയർ എടുക്കാൻ ഒരു ഡോക്ടർ ഒരു ക്രീമോ ഒരു പ്രൊസീജറോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള കാര്യം ശരിയാക്കിയെടുക്കണം. അതല്ലേ? അപ്പൊ ഉള്ളിൽ നിന്നുള്ള സപ്ലിമെന്റ്സ് ഗ്ലൂട്ടൈൻ, മേലെ നിന്നുള്ള പ്രൊഡക്ട്സ് ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഈ നടുക്ക് പ്രോട്ടോകോൾ സ്കിന്നിന്റെ മേട്രിക്സ് നമ്മൾ മാറ്റണമെങ്കിൽ അതിന് സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും. അതിൽ ഗ്ലൂട്ടൈൻ ഇത്ര അധികം മാസം കഴിക്കുമ്പോൾ 3 മാസം 4 മാസം കഴിക്കുമ്പോൾ സ്കിന്റെ ഹൈഡ്രേഷൻ കപ്പാസിറ്റീസ് ബെറ്റർ ആവും. എന്തെങ്കിലും നമ്മൾ ആദ്യം കിട്ടുന്ന സ്കിൻ ബൂസ്റ്റർ ഇൻജെക്ട് ചെയ്തിട്ടുള്ള ഒരു സഫീഷ്യന്റ് കാലം ഈ കുട്ടി ഗ്ലൂട്ടൈൻ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻജെക്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് പേഴ്സണൽ കണ്ടില്ലേ, അവർ കറക്റ്റ് തെളിവ് സഹിതം വെച്ചിട്ടാണ് ആ വ്യക്തി അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചേച്ചി എങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റും? ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ കോടതിയിലോട്ട് പൊക്കോണ്ടുണ്ട്. കോടതിയിൽ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം അവരവിടെ പ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആയിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ആ ഇൻസ്റ്റയിലെ കമന്റ് ബോക്സിൽ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇവരിങ്ങനെ പറ്റിച്ചു, ബില്ല് തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡോക്ടർ ചൂട, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവം അല്ലേ. അപ്പൊ വെറുതെ അതാർക്ക് വേണമെങ്കിലും വന്ന് ഇതുപോലെ വന്നിട്ട് കമൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒറിജിനൽ ഐഡിയ എന്നാണോ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യും, നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിംഗ് ദാറ്റ് therefore I am എനിക്കും ബില്ല് തന്നിട്ടില്ല. Your other clients told her that they have not given the bill. Why can't she just reveal their names then? Why don't she just put out their name? I'd like to know. ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ കുട്ടി പൈസ തന്നിരിക്കുന്ന എല്ലാ അതിനും GST ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ബില്ല് തരാനോ GST ക്ലെയിം ചെയ്യോ? ഹലോ, അപ്പൊ ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഞാനാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് മണി കാര്യങ്ങളില്ലേ? ഇൻകം ടാക്സ് ഇതുപോലെയാണോ ഡെർഫോയം ക്ലിനിക് ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോയുടെ താഴത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിച്ചിട്ട് കമന്റ് ചെയ്തിട്ട് പോലെ ഞങ്ങളുടെ ക്ലൈൻസ് ജീവലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ക്ലൈൻസ് എനിക്ക് എന്തെങ്കിലും ഐ ലൈക്ക് ടു നോ. ഐ വുഡ് ഡെഫിനറ്റ്ലി വുഡ് ലൈക്ക് ടു നോ. 3000 ക്ലൈൻസോടെ ഞങ്ങൾ ഒരു മാസം കാണും. ആ 3000 ക്ലൈൻസ് ഞങ്ങൾ ബില്ല് കൊടുക്കാൻ നടക്കുക. How will a business run? How can we establish ourselves as a very ethical group then? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം, നമ്മൾ എല്ലാ ബിസിനസ്സുകാർക്കും ഉള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു ക്യാഷ് പേയ്മെന്റ് നടത്താം. There is not a single cash payment that is happening here. Everything is documented, everything is accounted. We give people hard copies when they leave the minute. Sometimes they request a digital copy. We send it in the WhatsApp and the GST നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഇവർ നമ്മൾ പകുതി പൈസ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ തന്നിരിക്കുന്ന എല്ലാ പൈസയും GST നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ. Like I said, I am ready to prove everything on the court. നിങ്ങൾക്ക് എനിക്ക് ഒരു ഫുട്ടേജ് അയച്ചിരുന്നില്ലേ? അതുപോലെ എവിഡൻസ് എന്നെ വന്ന് കണ്ടു. 30 മെറ്റർ ക്ലാസ് ഷൂട്ട് ചെയ്തത് ആളുടെ ഭർത്താവാണ്, ദി ഇൻസ്പെക്ടർ ഭർത്താവാണ്. അപ്പോഴാണ് ക്ലാസ് ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് യു ആർ ഷൂട്ടിംഗ് അറ്റ് നോട്ട്, അത് ശരിയല്ലെങ്കിൽ ഈ പ്രൈവസി എന്താ പറയുക പോളിസി നമുക്ക് മാനിക്കണം. നിങ്ങൾ അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ക്ലാസ് ഊരിയ സമയത്ത് ക്ലാസ് കൃത്യമായിട്ട് ചെസ്റ്റിലോട്ടായിരുന്നു. അത് കണ്ണിന് ഒരുപാട് കൈ പിടിക്കുന്നത് ചെസ്റ്റിലോട്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് എന്റെ ഷർട്ട് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് കൈ മാറ്റി വെച്ചിട്ട് കൈ ചൂണ്ടിയിട്ട് നാക്ക് പുറത്തിട്ട് പറഞ്ഞത് ഞാൻ കാണിച്ചതാണ്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അത് സംഭവിച്ചത് 30-ാം തീയതി. ആ ഫുട്ടേജ് ഇവിടെ അടുത്ത് റിലീസ് ചെയ്യാൻ പറയും. അപ്പോഴേ അത് കഴിഞ്ഞിട്ടാണ് 1-ാം തീയതി ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവരെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ സംസാരിക്കാൻ പറയുമ്പോൾ ക്ലിനിക്കിൽ ഇറക്കി. അതിന് ഫുട്ടേജ് ഐ വോണ്ട് ടു സെൻഡ് യു ആദർശ്. അപ്പൊ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കെയിം ബാക്ക്. ഈ ഇവരില്ലേ ഈ പുറത്ത് ബിൽഡിങ്ങിന്റെ CCTV കിട്ടിയിട്ടുണ്ട്. പുറത്ത് പോയി ഓരോ സ്വകാര്യങ്ങൾ ഇവർ പറയുന്നതെല്ലാം CCTV ഫുട്ടേജ് ഞങ്ങളിലുണ്ട്.
ഓക്കെ, അതൊക്കെ കോടതി സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബേസിക്കലി ടൈം ലൈൻ എവിഡൻസ് അല്ലേ വേണ്ടുള്ളൂ. Yes, that's correct. ഇത്രയും ആദ്യം സർട്ടിഫിക്കറ്റ് പബ്ലിക്കിന് ഞങ്ങൾ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഫോർമാറ്റ്. ദാറ്റ് ഇസ് ഇറ്റ്. അതിന് 30-ാം തീയതി ഞാൻ പോയിട്ട് എവിഡൻസ് യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഞാൻ ദുബായിലായിരുന്നു എവിഡൻസ് ഓൾസോ യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഉച്ചയ്ക്ക് കോൺസ്റ്റബിൾ പോലീസ് ഓഫീസർ ക്ലിനിക്കിലോട്ട് വരുന്നതും അതിന്റെ എവിഡൻസ് ഓൾസോ യു ഹാവ് റൈറ്റ് നൗ. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺസ്റ്റബിൾ ഞാൻ എന്നെ വിളിച്ച് വരുത്തിയാലേ വരും, അവർ തന്നെ കോൺസ്റ്റബിൾ പോലീസ് ഓഫീസറെ വിളിച്ച് വരുന്നത് അവർ തന്നെ ക്ലിനിക്ക് പുറത്താക്കും? ഇല്ലല്ലോ. അതൊരു കോമൺ സെൻസ് അല്ലേ? അപ്പൊ പോലീസുകാർ വന്ന് അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരെ വിളിച്ചു വരുത്തിയിട്ടാണല്ലോ അവരെ പുറത്താക്കിയത്. അല്ലാതെ അവർ ഇപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെ പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മതി നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി. അവർ 30-ാം തീയതിത്തെ ഫ്യൂട്ടേജോ കാര്യങ്ങളൊന്നും പുറത്ത് വിടുന്നൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും കൊള്ളാം കല്യാണി കൊള്ളാം, ബ്രില്യൻസ് ഒക്കെ കൊള്ളാം. നിങ്ങളുടെ തടി തപ്പാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുന്നു ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. 10 പേരെടുത്ത് 10 പേരെ മോശമാക്കിയാലും കുഴപ്പമില്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതല്ലേ. കാരണം ജീവിച്ചു പോകണമെങ്കിൽ ഇവർ തന്നെ വേണ്ടേ. നാളെ ഇവറ്റകളൊക്കെ മേടിക്കുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ലിങ്കൊക്കെ കൊണ്ടുവരുമ്പോൾ നീയൊക്കെ പിന്നെയും ചെല്ലണം, ഒരു ഉടുപ്പ് നാണമില്ലാതെ. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കൊണ്ടുപോയി ഫുട്ടേജുണ്ട്. പോലീസുകാർ പോയതിനു ശേഷം ഒരു കുറച്ച് മിനിറ്റ് പോലീസുകാർ പോയി എന്നുള്ള ഉറപ്പിന് ശേഷം വന്ന് കഴിഞ്ഞിട്ടുള്ള കല്യാണി മെറ്റാ ക്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ബാക്കിയെല്ലാം. അപ്പൊ വളരെ സൗമ്യമായിട്ട് ഡോക്ടറോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇത് കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ലീഗലി പോയിക്കോളൂ എന്ന് പറയുന്നത്. ആ ലീഗലി പോയിക്കോളൂ എന്ന് പറയാനുള്ള കാര്യം അതിന് 10 മിനിറ്റ് മുന്നേ പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന പറയുമ്പോൾ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യുന്നത് തന്നെ അർത്ഥം. അപ്പൊ അതിന് ഡോക്ടർ പറഞ്ഞിട്ട് ലീഗലി മൂവ് അതിനർത്ഥം അവർ കൊണ്ട് കേസ് കൊടുത്തതല്ല. അവർ വന്നിട്ട് എനിക്ക് റെക്കസ് ഉണ്ടാക്കിയതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം ഇപ്പോഴാണ്. ആ കുട്ടി വന്ന് എന്ത് പറയണോ എന്നുള്ളതല്ല. എനിക്ക് ഗവൺമെന്റ് ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ എനിക്ക് വന്ന എന്റെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് ഇതിന്റെ എല്ലാ സിനാരിയോയിലും ഏറ്റവും വലിയ പ്രോബ്ലം. That is unacceptable for me. ജീവനക്ഷമിക്ക് ബില്ല് കൊടുക്കാതോ ബില്ല് വേണ്ട, അത് കേസ് കൊടുത്ത് ഗവൺമെന്റ് ഞങ്ങൾ പിടിക്കാൻ വരട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ബില്ല് ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ റൈറ്റ്, ഒറ്റ ബില്ല് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് 1000 മണി എവിടെ വേണമെങ്കിലും പറയാം. എഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ വേറെ ബില്ല് മാത്രമല്ല അഡ്വാൻസ് അമൗണ്ട്സിന്റെ റെസീപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. It's very transparent here. How will we do business across all cities if we cannot keep things transparent? That's basic. Nonsense, seriously. And others, please, I hope you will. I know the fact that you're recording this and you're putting it out in public. The request is, even more evidence I have shared with you. Okay? Yes. Now I would like to go to the court in full swing and then give my details there. Because we are a busy group. We have so many things in business to tackle. Even പറയുന്ന ഓരോ allegations അവരുടെ ശേഷം ഞങ്ങൾ ഇതിന്റെ എവിഡൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. And that's time consuming for us. Now I want to really go and full-fledged put it as a legal notice on her because she is lying. That is not right. അതേപോലെ തന്നെ ക്ലൈൻറ്റ്സ് എന്തെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ put it out. I would like to speak to the clients. നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടില്ലേ? കോർപ്പറേറ്റ് ഓഫീസിൽ ഞങ്ങൾ പറ്റും ചെയ്യലോ. അങ്ങനെ എന്തെങ്കിലും ബില്ല് കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ I would like to know which is my client who did not get that. പറയാനുള്ളത് ഡോക്ടർ രഞ്ജി പണിക്കറിൻ്റെ ഡയലോഗ് പോലെ അങ്ങ് അടിച്ച് തകർത്ത് വാരിക്കൊണ്ടിരിക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോ സംസാരിക്കുന്നില്ല. അത് മൊത്തം അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കി വിടുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇവരെന്ന വ്യക്തി എന്താണെന്ന് ഇപ്പോൾ ആൾക്കാർക്ക് പിന്നെയും കൂടെ മനസ്സിലായിട്ടുണ്ട്. റിയാക്ട് ചെയ്യുന്നവരോടാണ്. കാരണം ഒരു കൺസേൺ പറഞ്ഞത് ഞാനാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരാൾ പോലും എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, ഒരാൾ പോലും എന്താണ് സംഭവിച്ചതെന്നോ എന്താണെന്നോ എന്നോട് എൻക്വയറി ചെയ്യുക ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. വളരെ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ പണ്ടേ നിങ്ങളെ ഇതുപോലത്തെ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ നിയമത്തിന്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പൊക്കോ അതാ നല്ലത്. അവസാനമായിട്ട് പറഞ്ഞു കൊടുത്തേ, സത്യം എന്തായാലും മറവിക്ക് പുറത്ത് വരും. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ കഴിഞ്ഞിട്ടില്ലല്ലേ? അപ്പം കേസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 4 വർഷമാവും. ഓക്കെ, അപ്പോൾ ചേച്ചി കേസൊക്കെ കഴിഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടൈപ്പിൻ്റെ ഉസ്താദേ, ബൈ, ലവ് യുവർ ഗൈസ്, ബൈ.